ആകാശവാണി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ സ്പോട്ട് ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗറീഷ്യസ് സന്ദർശനത്തെക്കുറിച്ചാണ്. മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കൂലത്തിന്റെ ക്ഷണം സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 11-12 തീയതികളിൽ ആ രാജ്യം സന്ദർശിച്ചിരുന്നു. മൗറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഉന്നത നേതൃത്വവുമായി ചർച്ചകൾ നടത്തി. സന്ദർശനത്തിൽ നിരവധി ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുകയും ഒട്ടേറെ വികസന പദ്ധതികൾക്ക് തുടക്കമിടുകയും ചെയ്തു. ഇന്നത്തെ ചർച്ചയിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ശ്രീ വാസുദേവ് രവി IFS, ഒപ്പം ഞാൻ ലിൻസ സിറാജ്. ശ്രീ വാസുദേവ് രവി, താങ്കൾക്ക് സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഒരുപാട് കാലത്തെ പാരമ്പര്യമുള്ളതാണ് ഇന്ത്യയും മൗറീഷ്യസും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം. മൗറീഷ്യസിന്റെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം ഇന്ത്യൻ വംശജരും പ്രവാസികളുമൊക്കെയാണ്. അവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആശയവിനിമയം ശ്രദ്ധേയവുമായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് ലഭിച്ച ഊഷ്മളമായ സ്വീകരണവും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സാംസ്കാരിക ബന്ധം ശക്തമാക്കുന്നതിൽ ഇത്തരം ഇടപെടലുകൾ എത്രത്തോളം പ്രധാനമാണ്? ഇന്ത്യ മൗറീഷ്യസ് റിലേഷൻസ് വളരെ യുണീക്കാണ്. നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ 1800s ആദ്യത്തെ പ്രാവശ്യം ഫ്രഞ്ച് കൊളോണിയൽ പവർ ഇന്ത്യൻ ആൾക്കാരെ പോണ്ടിച്ചേരി സൈഡിൽ നിന്ന് മൗറീഷ്യസ് കൊണ്ടുപോകുന്നുണ്ട്. അത് ആർട്ടിസാൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് സ്ലേവറി അബോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബ്രിട്ടീഷുകാർ എസ്പെഷ്യലി ഈ ഈസ്റ്റേൺ ഉത്തർപ്രദേശ്, ബീഹാർ ഏരിയയിൽ നിന്നാണ് മിക്ക ആൾക്കാരെയും കോൺട്രാക്ച്വൽ ലേബർ ആയിട്ട് കൊണ്ടുവന്നത്. അതാണ് അവരുടെ പേര് ഗിർമിറ്റിയ എന്ന് പറയുന്നത്. ഈ കോൺട്രാക്ട് ബേസിക്കലി ആ കാലത്ത് എന്തായിരുന്നു വെച്ചാൽ 5 വർഷം പോയി അവിടെ പണി ചെയ്യാം, അതിനുള്ള ലേബറിനുള്ള പേയ്മെന്റ് കിട്ടും, അത് കഴിഞ്ഞാൽ തിരിച്ചു വരാം. പക്ഷെ അന്ന് പോയ ആൾക്കാരും തിരിച്ചു വന്നില്ല. പക്ഷെ മൗറീഷ്യസ് പോയ ആൾക്കാർ ഇന്നും അവരുടെ കൾച്ചറൽ ഹെറിറ്റേജ് വളരെയധികം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ മൗറീഷ്യസ് പോവുകയാണെങ്കിൽ എല്ലാ വീടിൻ്റെയും പുറത്ത് ഒരു ശിവാലയം ഉണ്ടാവും. ആൾക്കാർ വളരെയധികം പഴയ ട്രഡീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യും. ഇന്നും ആൾക്കാർ 250 വർഷം കഴിഞ്ഞ്, ഓൾമോസ്റ്റ് 250 ഇയേഴ്സ് കഴിഞ്ഞിട്ടും ആൾക്കാർ ഇന്നും ഹിന്ദി, ഭോജ്പുരി സംസാരിക്കും. അവിടെ സ്കൂളുകളിൽ ഹിന്ദി പഠിപ്പിക്കും. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. പ്രധാനമന്ത്രി 10 വർഷം കഴിഞ്ഞിട്ടാണ് മൗറീഷ്യസ് പോയത്. ആൾക്ക് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സ്വീകരണമായിരുന്നു പോർട്ട് ലൂയിൽ ലഭിച്ചത്. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ വന്ന് PM-നെ സ്വീകരിച്ചു. ഒരു ഗാർഡ് ഓഫ് ഓണർ PM-ന് കിട്ടി. എല്ലാ ഹൈ ഡിഗ്നിറ്ററീസ് മൗറീഷ്യസിലെ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പ്രൈം മിനിസ്റ്ററിനെ കാണാൻ. ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ടൈപ്പ് ഒരു സ്വീകരണം ഇന്ത്യ മൗറീഷ്യസ് റിലേഷൻസിനെ വളരെയധികം യുണീക്ക് ആക്കുന്നു. പ്രൈം മിനിസ്റ്റർ 10 വർഷം കഴിഞ്ഞ് 2015 ഇതിന് മുമ്പുള്ള യാത്ര. അതിനും മുമ്പും ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരും ഇന്ത്യൻ പ്രസിഡന്റ്മാരും മൗറീഷ്യസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പല ഹിസ്റ്റോറിക്കൽ പ്ലേസസിൽ പോയി വിസിറ്റും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ മൗറീഷ്യസുമായി നിരവധി ധാരണാപത്രങ്ങൾ ഒപ്പിട്ടല്ലോ. അതുപോലെ ആ രാജ്യത്തെ ചില സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചിരുന്നു. അതിനെക്കുറിച്ചെല്ലാം ഒന്ന് ചുരുക്കി പറയാമോ? പ്രൈം മിനിസ്റ്ററിന്റെ ഈ വർഷത്തെ വിസിറ്റിൽ 8 MOUs ആണ് നമ്മൾ സൈൻ ചെയ്തേക്കുന്നത്. ഇതിൽ 2 MOUs ബാങ്കിങ് സെക്ടറിലായിരുന്നു. ഒരു MOU സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആൻഡ് കോഓപ്പറേറ്റീവ് സെക്ടറിൽ. 2 MOUs ആയിരുന്നു സിവിൽ സർവീസ് ട്രെയിനിങ്ങിന്. ഒരെണ്ണം മൗറീഷ്യസ് ഡിപ്ലോമാറ്റ്സിന്റെ ട്രെയിനിങ്ങും ഒരെണ്ണം റെഗുലർ സിവിൽ സർവീസസിന്റെ ട്രെയിനിങ്ങും. ഇതല്ലാണ്ട് 2 MOUs ഷിപ്പിംഗ് ഇൻഫർമേഷൻ ആസ് വെൽ ആസ് ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് എക്സ്ചേഞ്ചിലായിരുന്നു. പ്ലസ് ലാസ്റ്റ് ഒരു MOU വാസ് ഓൺ ദി ഏരിയ ഓഫ് ഫൈനാൻഷ്യൽ ക്രൈംസ്. നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഫൈനാൻഷ്യൽ ക്രൈംസ് കമ്മീഷൻ മൗറീഷ്യസിന്റെ ഇടയിലും. ഇതല്ലാണ്ട് പ്രൈം മിനിസ്റ്റർ വിസിറ്റിൽ 20 ഹൈ ഇമ്പാക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹെൽത്ത് കെയർ അനൗൺസ് ചെയ്തു. അതല്ലാണ്ട് പ്രൈം മിനിസ്റ്റർ ഒരു അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് സർവീസ് ആൻഡ് ഇന്നോവേഷൻ ഇനോഗ്രേറ്റ് ചെയ്തു. ആൻഡ് ഒരു മൗറീഷ്യസ് ഏരിയ ഹെൽത്ത് സെന്റർ ആസ് വെൽ. ഇതല്ലാണ്ട് പ്രൈം മിനിസ്റ്റർ ഒരു നാവിഗേഷണൽ ചാർട്ട് നമ്മുടെ ഹൈഡ്രോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രിപ്പയർ ചെയ്തത് മൗറീഷ്യസിന്റെ പ്രൈം മിനിസ്റ്ററിന് ഹാൻഡ് ഓവർ ചെയ്തു. പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്തു ദാറ്റ് ഇന്ത്യ മൗറീഷ്യസിന്റെ പുതിയ പാർലമെന്റ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പാർട്ട്ണറാവും. അതല്ലാണ്ട് പുതിയ ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങും നമ്മൾ ഹൈ ഇമ്പാക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ചെയ്യാൻ ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ദ ഗവൺമെന്റ് ഓഫ് മൗറീഷ്യസ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൗറീഷ്യസിലെ ദേശീയ നേതൃത്വവുമായും പ്രധാനമന്ത്രി നിരവധി ചർച്ചകളും ഉന്നതതല കൂടിക്കാഴ്ചകളും ഒക്കെ നടത്തിയതാണ്. എന്തൊക്കെ പ്രധാന മേഖലകളിലായിരുന്നു ചർച്ചകൾ നടന്നത്?
ഔട്ട്കം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് വിസിറ്റ് ആയിരുന്നു. പ്രൈം മിനിസ്റ്റർ സ്പീച്ചിൽ പറഞ്ഞ പോലെ ഇന്ത്യ മൗറീഷ്യസ് റിലേഷൻഷിപ്പ് ഒരു വളരെ സ്ട്രോങ് പ്ലസ് ഒരു പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ് ആണ്. നമ്മുടെ ഹിസ്റ്റോറിക്കൽ ടൈസ് ബിറ്റ്വീൻ മൗറീഷ്യസിൽ താമസിക്കുന്ന ഇന്ത്യൻ ഒറിജിൻ ആൾക്കാരും പ്ലസ് ഇന്ത്യയിലുള്ള അവരുടെ കൾച്ചറൽ കണക്ഷൻ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഈ വിസിറ്റിൽ മൗറീഷ്യസ് അവരുടെ ഹയസ്റ്റ് നാഷണൽ അവാർഡ് പ്രൈം മിനിസ്റ്ററിന് കൺഫർ ചെയ്തു. ഈ വിസിറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രൈം മിനിസ്റ്റർ മൗറീഷ്യസിന്റെ ഇൻഡിപെൻഡൻസ് ഡേയിൽ ചീഫ് ഗസ്റ്റ് ആയിരുന്നു. പ്ലസ് ആ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനിൽ മൗറീഷ്യസിന്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് പ്രൈം മിനിസ്റ്ററിന് അവർ കൺഫർ ചെയ്തു. മൗറീഷ്യസിന്റെ ഇൻഡിപെൻഡൻസ് ഡേ 12th മാർച്ചിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് അവർക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. കാരണം 12th മാർച്ചിലാണ് മഹാത്മാഗാന്ധി മൗറീഷ്യസ് വിസിറ്റ് ചെയ്ത് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് അവിടുന്നാണ് ഒരു മൗറീഷ്യസിന്റെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്റെ ഒരു തുടക്കം ഉള്ളത്. അതല്ലാണ്ട് നമ്മൾ വിസിറ്റ് നോക്കുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ മൗറീഷ്യസിന്റെ പ്രസിഡന്റിന്റെ കൂടെ ബൈലാറ്ററൽ മീറ്റിംഗ് ചെയ്തു. പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ ഒരു റെസ്ട്രിക്റ്റഡ് മീറ്റിംഗ് ചെയ്തു. അതല്ലാണ്ട് ലാർജ് ഡെലിഗേഷൻ ലെവൽ ടോക്സ് ഉണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്റർ ലീഡർ ഓഫ് ഓപ്പോസിഷനെ കണ്ടു. മുൻ പ്രധാനമന്ത്രി പ്രവിന്ദ് ജഗന്നാഥിനെയും കണ്ടു. പൊളിറ്റിക്കൽ സ്പെക്ട്രമിലുള്ള എല്ലാവരെയും, ഓപ്പോസിഷനെയും പ്ലസ് കറന്റ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ രണ്ടുപേരെയും കണ്ടു. ഇതല്ലാണ്ട് പ്രൈം മിനിസ്റ്റർ മൗറീഷ്യസിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി പ്ലസ് ഇന്ത്യൻ ഒറിജിൻ കമ്മ്യൂണിറ്റി രണ്ട് കമ്മ്യൂണിറ്റീസിനെയും ഒരുമിച്ച് മൗറീഷ്യസ് പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ അഡ്രസ്സ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് പ്രൈം മിനിസ്റ്റർ ഹൈലൈറ്റ് ചെയ്തത്. എസ്പെഷ്യലി മൗറീഷ്യസിന്റെയും ഇന്ത്യയുടെയും ഹിസ്റ്റോറിക്കൽ പീപ്പിൾ ടു പീപ്പിൾ ടൈസ് പ്ലസ് in Mauritius's importance in India's foreign policy and India's Sagar policy, which നമ്മുടെ Prime Minister said will now be called Mahasagar policy. അതുപോലെ ശ്രീ വാസുദേവ്, നമ്മുടെ ഈ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ, അതായത് ഇന്ത്യൻ ഓഷൻ റീജിയൻ എന്ന വിശാലമായ ഭൂപ്രദേശത്ത്, അവിടെ എല്ലാവരുടെയും സുരക്ഷയും വളർച്ചയും എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണല്ലോ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ അഥവാ സാഗർ നയം. ഈ നയത്തിൽ മൗറീഷ്യസിന് സുപ്രധാനമായൊരു സ്ഥാനമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? പ്രൈം മിനിസ്റ്റർ 2015 സാഗർ വിഷൻ അനൗൺസ് ചെയ്തത്. ഈ പ്രാവശ്യത്തെ മൗറീഷ്യസ് വിസിറ്റിൽ പ്രൈം മിനിസ്റ്റർ അതിനെ മഹാസാഗർ വിഷൻ ആയിട്ട് അനൗൺസ് ചെയ്തു. മ്യൂച്വൽ ആൻഡ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ് ഫോർ സെക്യൂരിറ്റി ഗ്രോത്ത് അക്രോസ് റീജൻസ്. നമ്മുടെ മെയിൻ അപ്രോച്ച് ഈ ഒരു സ്ട്രാറ്റജിയിൽ ഡെവലപ്മെന്റ്, കപ്പാസിറ്റി ബിൽഡിംഗ് എസ്പെഷ്യലി ഫോർ സസ്റ്റൈനബിൾ ഗ്രോത്ത് ആൻഡ് മ്യൂച്വൽ സെക്യൂരിറ്റി ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ. ഇതാണ് മഹാസാഗർ അപ്രോച്ചിന്റെ മെയിൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മെയിൻ സേലിയൻ ഫീച്ചേഴ്സ്. നമ്മൾ പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്ത പോലെ മഹാസാഗർ സ്ട്രാറ്റജിയിൽ കോപ്പറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ടെക്നോളജി ഷെയറിംഗ് ആസ് വെൽ ആസ് ഫൈനാൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ പാർട്ട്ണർഷിപ്പും നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വിഷൻ നമ്മുടെ ലാർജർ ഇന്ത്യൻ ഓഷൻ റീജിയനിൽ പല കൺട്രീസിനെ കൂടെയുള്ള പാർട്ട്ണർഷിപ്പ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അതിൽ മൗറീഷ്യസ്, സേഷ്യൽസ് ഉള്ള ഐലൻഡ് നേഷൻസ് ഉണ്ട്. അതല്ലാണ്ടേയും നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പോളിസി വെച്ചിട്ടാണ് നമ്മുടെ G20 പ്രസിഡൻസിയിൽ നമ്മൾ മൗറീഷ്യസിനെ ഇൻവൈറ്റ് ചെയ്തിരുന്നത് ആസ് എൻ ഇൻവൈറ്റി കൺട്രി. എല്ലാ മീറ്റിംഗ്സിലും മൗറീഷ്യസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പ്ലസ് മൗറീഷ്യസ് വാസ് പാർട്ട് ഓഫ് നമ്മുടെ G20 ഡെക്ലറേഷൻ ആൻഡ് പാർട്ട് ഓഫ് അവർ G20 വിഷൻ. പ്രൈം മിനിസ്റ്ററിന്റെ ഒരു വിഷൻ പ്രകാരം നമ്മൾ പല കൺട്രീസിനെയും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിസൈഡ്സ് നമ്മുടെ G20 കൺട്രീസ്. മൗറീഷ്യസിലെ ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്ത ആ ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് ഇന്ത്യൻ സൈന്യവും അതിൽ പങ്കെടുത്തിരുന്നല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു അത്? മൗറീഷ്യസിന്റെ നാഷണൽ ഡേ വളരെ എന്തൂസിയാസ്റ്റിക്കലി സെലിബ്രേറ്റ് ചെയ്തത് പോർട്ട് ലൂയിയിൽ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 12th മാർച്ച് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡേ ആയിരുന്നു. അത് കാരണമാണ് മൗറീഷ്യസിന്റെ ഫൗണ്ടിങ് ഫാദേഴ്സ് ആ ഡേറ്റിന് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആ ദിവസമാണ് മഹാത്മാഗാന്ധി പോർട്ട് ലൂയിയിൽ വന്നത്. ആള് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത്. ഇപ്രാവശ്യത്തെ നാഷണൽ ഡേയിൽ പ്രൈം മിനിസ്റ്റർ ചീഫ് ഗസ്റ്റ് ആയിരുന്നു. അതല്ലാണ്ട് ഇന്ത്യൻ ആം ഫോഴ്സസിന്റെ ഒരു കണ്ടിൻജന്റ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ നേവിയുടെ ഷിപ്പ് INS ഇംഫാൽ ആ സമയത്ത് പോർട്ട് ലൂയിയിൽ പോർട്ട് കോൾ ചെയ്തു. ആ ഷിപ്പിലത്തെ സെയിലേഴ്സും ഓഫീസേഴ്സിന്റെയും ഒരു മാർച്ചിങ് കണ്ടിൻജന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ നാഷണൽ ഡേയിൽ. അതല്ലാണ്ട് ഷിപ്പിന്റെ ബാൻഡും അതിൽ നാഷണൽ ഡേ പരേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഫ്ലൈ പാസ്റ്റിൽ ഇന്ത്യൻ നേവിയുടെ ഹെലികോപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. മഴ കാരണം ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്കൈ ഡൈവിംഗ് ടീം ആകാശ് ഗംഗ അവർക്ക് സ്കൈ ഡൈവ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ സമയത്ത് കനത്ത മഴയായിരുന്നു പരേഡിന്റെ ഡ്യൂറേഷനിൽ. നാഷണൽ ഡേ സെലിബ്രേഷൻസും പരേഡിന്റെ സമയത്താണ്
പ്രൈം മിനിസ്റ്ററിന് മൊറീഷ്യസിന്റെ ഹയസ്റ്റ് നാഷണൽ അവാർഡ് കൊടുത്തത് അവിടുത്തെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും. പ്രൈം മിനിസ്റ്റർ അക്സെപ്റ്റൻസ് സ്പീച്ചിൽ ഇന്ത്യ മൊറീഷ്യസ് റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിച്ചു, പീപ്പിൾ ടു പീപ്പിൾ ടൈസിനെ പറ്റി സംസാരിച്ചു. പ്ലസ് പ്രൈം മിനിസ്റ്റർ മൊറീഷ്യസിന്റെ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞു ഈ അവാർഡ് പ്രൈം മിനിസ്റ്ററിനും പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ ആദരമാണ്. നന്ദി ശ്രീ വാസുദേവ് രവി. താങ്ക് യു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗറീഷ്യസ് സന്ദർശനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ സമാപിക്കുന്നു. വിലയേറിയ അഭിപ്രായങ്ങൾ ആകാശവാണിയോട് പങ്കുവച്ച ശ്രീ വാസുദേവ് രവിക്ക് ഒരിക്കൽ കൂടി നന്ദി. ഏകോപനം മയൂഷ AM.